മലർവാടി വിജ്ഞാനോത്സവം ഗ്രാൻഡ് ഫിനാലെ മലർവാടി ലിറ്റിൽ സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. 4 ടീമുകൾ ആവേശകരമായി മാറ്റുരയ്ക്കുന്ന ആദ്യ റൗണ്ട് മത്സരത്തിന്റെ അവസാനത്തെ 3 റൗണ്ടുകളാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ റൗണ്ടുകളിലെ മാർക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. അടുത്ത റൗണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. ഓക്കെ, വളരെ സൂക്ഷിച്ച് കേൾക്കണം. നെല്ലും പതിരും എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. നെല്ലും പതിരും പരസ്പര ബന്ധമുള്ള 2 വാചകങ്ങൾ A, B എന്ന പേരിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇതിൽ ഓരോ വാചകവും ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് വ്യക്തിഗതമായിട്ടുള്ള ചോദ്യമാണ്, കോമൺ ആയിട്ടല്ല. ഓരോ ടീമിനും 2 ചോദ്യങ്ങളാണ് ലഭിക്കുക. മൊത്തത്തിൽ 8 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ ഉത്തരം നൽകാനായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, B എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെ സംഭവിക്കാം അല്ലെ? അതാണ് ഓപ്ഷൻ 1. ഓപ്ഷൻ 2 A തെറ്റ്, B തെറ്റ്. ഓപ്ഷൻ 3 A ശരി, B തെറ്റ്. ഓപ്ഷൻ 4 A തെറ്റ്, B ശരി. നമുക്ക് നോക്കാം. ഓരോ ടീമിനും 2 ചോദ്യങ്ങൾ ലഭിക്കും. ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം കബനിയോട്. A, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. B, കാരണം കേരളത്തിൽ ധാരാളം ഭ്രാന്താശുപത്രികൾ ഉണ്ടായിരുന്നു. അപ്പോ ഏത് ഓപ്ഷനാണ് നിങ്ങളുടേത്? 1, 2, 3, 4 ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? A ശരി, B തെറ്റ്. A ശരി, B തെറ്റ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഭ്രാന്തന്മാരുണ്ടായിരുന്നോണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? കാസ്റ്റ്, ക്രീഡ്, ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭേദം, വിവേചനങ്ങൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് തോന്നിയത്. ശരി ഉത്തരവാണ്. A ശരി, B തെറ്റ്. ഗുഡ്. അടുത്ത ചോദ്യം ടീം കൽപ്പാത്തിയോടാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് A, ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അതിർത്തി സംരക്ഷണ വിഭാഗത്തിന്റെ തലവനായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്റ്റേറ്റ്മെന്റ് B, അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. എന്താണ് നിങ്ങളുടെ ഉത്തരം? നെല്ലും പതിരും, കൽപ്പാത്തി നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. ദാ വരുന്ന ഉത്തരം, പറഞ്ഞോളൂ. A തെറ്റ്, B ശരി. A തെറ്റ്, B ശരി. വളരെ കറക്റ്റ് ആണ്. A തെറ്റ്, B ശരി. വെരി ഗുഡ്. അടുത്ത ടീം കല്ലായി. മൂന്നാമത്തെ ചോദ്യമാണ് കല്ലായിയോട്. A, മകുടി ഊതുന്നത് കണ്ട് പാമ്പ് നൃത്തമാടും. സ്റ്റേറ്റ്മെന്റ് B, കാരണം പാമ്പ് സംഗീതം ആസ്വദിക്കുന്നു. ഏത് ഓപ്ഷനാണ് നിങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്നത്? A തെറ്റ്, B തെറ്റ്. A തെറ്റ്, B തെറ്റ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് A ശരിയാണ്. മകുടി ഊതുന്നത് കണ്ടാണ് പാമ്പ് ആടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പാമ്പിന് കേൾക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം ടീം മീനച്ചിലിനോടാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. A, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സമുദ്രനിരപ്പ് ഉയരുകയാണ്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സമുദ്രനിരപ്പ് ഉയരുകയാണ്. സ്റ്റേറ്റ്മെന്റ് B, ആഗോളതാപനം മഞ്ഞുരുക്കത്തിന് കാരണമാണ്. നെല്ലും പതിരും. എന്താണ് ഉത്തരം? A തെറ്റ്, B ശരി. A തെറ്റ്, B ശരി. ശരിയായ ഉത്തരമാണ്. A തെറ്റ്, B ശരി. നമുക്ക് അടുത്ത ചോദ്യം തിരിച്ചതാ കബനിയിലേക്ക് വീണ്ടും എത്തുന്നു. 5ാമത്തെ ചോദ്യം. ശുക്രനിൽ വർഷത്തേക്കാൾ ദൈർഘ്യമാണ് ദിവസത്തിന്. കാരണം B, കാരണം സ്വയം ഭ്രമണത്തിന് പരിക്രമണത്തേക്കാൾ സമയമെടുക്കും. നെല്ലും പതിരും. രണ്ടാമത്തത് B, സ്വയം ഭ്രമണത്തിന് പരിക്രമണത്തേക്കാൾ സമയമെടുക്കും. A ശരി, B ശരി. A ശരി, B ശരി. കറക്റ്റ് ഉത്തരവാണ് കബനിയുടേത്. വെരി ഗുഡ്.
നിങ്ങൾക്കറിയാം ഭൂമിയിലെ 243 ദിവസമാണ് ശുക്രനിലെ ഒരു ദിവസം. എന്നാൽ ശുക്രൻ സൂര്യനെ ചുറ്റാൻ ഏതാണ്ട് 224 ദിവസങ്ങൾ മാത്രം മതി. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമാണ് ദിവസത്തിന് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം ടീം കൽപ്പാത്തിയോടാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരേ തിളക്കം അനുഭവപ്പെടും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരേ തിളക്കം അനുഭവപ്പെടുന്നു. കാരണം നക്ഷത്രങ്ങളിലെ ഊർജോൽപാദന നിരക്ക് തുല്യമാണ്. എ തെറ്റ് ബി തെറ്റ്. എ തെറ്റ് ബി തെറ്റ് രണ്ടും തെറ്റാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് ഒരു മര്യാദയുടെ പേരിൽ ശരിയാക്കാൻ വേണോ? വേണ്ട. ശരി ഉത്തരവാണ് എ തെറ്റ് ബി തെറ്റ്. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം ടീം കലായിയോടാണ്. ഏഴാമത്തെ ചോദ്യം. ചന്ദ്രനിലെ സ്ഫോടന ശബ്ദം 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിലെത്തുന്നു. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. നെല്ലും പതിരും. രണ്ടും തെറ്റ്. രണ്ടും തെറ്റാണ് എന്നുള്ള ആ ഉത്തരം ശരി ഉത്തരവാണ്. വെരി ഗുഡ്. അവസാനത്തെ ചോദ്യം നെല്ലും പതിരിൽ ദാ വരുന്നു. ഞാൻ വൈകുന്നേരം പടിഞ്ഞാറ് ഭാഗത്ത് മഴവില്ല് കണ്ടു. സൂര്യന്റെ എതിർദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത്. എ തെറ്റ് ബി തെറ്റ്. എ തെറ്റ് ബി തെറ്റ്. തെറ്റുത്തരവാണ്. കാരണം എ തെറ്റ് ബി ശരിയാണ്. സൂര്യന്റെ എതിർദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റൗണ്ട് ആയിരുന്നു. ഈ നെല്ലും പതിരും വേർതിരിക്കലിന്റെ പോയിന്റ്സും ഇതുവരെയുള്ള എല്ലാ റൗണ്ടുകളുടെയും പോയിന്റ്സും കൂട്ടിച്ചേർത്ത് അറിയാനായി കാത്തിരിക്കുക. മലർവാടി ലിറ്റിൽ സ്കോളറിൽ ഒരു ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സ്കോളർ. നമുക്ക് നോക്കാം ഇതുവരെയുള്ള എല്ലാ റൗണ്ടുകളിലെയും കൂട്ടിച്ചേർത്ത് ആരൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്. 160 മാർക്ക് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ടീം കൽപ്പാത്തി. കൺഗ്രാറ്റുലേഷൻസ്. 128 മാർക്കോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ടീം കല്ലായി. തൊട്ടുപിറകിൽ 123 മാർക്കോടുകൂടി മീനച്ചിലുണ്ട്. കബനി നാലാം സ്ഥാനത്ത് 100 മാർക്കോടുകൂടി നിൽക്കുന്നു. വെരി ഗുഡ്. രണ്ട് ടീമുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. കബനി ഒന്നാഞ്ഞു പിടിക്കണം ഇനിയുള്ള റൗണ്ടിൽ. കൽപ്പാത്തി സൂക്ഷിച്ചു മുന്നേറുക. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ കളിച്ചതിൽ നിന്നും കുറെ കൂടെ ആവേശകരമായ മറ്റൊരു റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബസർ റൗണ്ടാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം കളിക്കാനായിട്ട്. നിയമങ്ങൾ കേട്ടുള്ളൂ. ബസർ റൗണ്ട്. ഓരോ ടീമിന് മുമ്പിലും ബസർ ബട്ടൺ ഉണ്ടായിരിക്കും. 5 സൂചനകൾ അടങ്ങിയതാണ് ചോദ്യം. ഒന്നാമത്തെ സൂചനാവാചകം വായിച്ചു കഴിഞ്ഞാൽ അതെന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്ന ടീം ഉടൻ ബസർ അമർത്തണം. ഉത്തരം ശരിയായാൽ 10 സ്കോർ ലഭിക്കുന്നതായിരിക്കും. ഉത്തരം തെറ്റിയാൽ ടീം പുറത്ത്. ആ ചോദ്യത്തിൽ നിന്നും ടീം പുറത്താകും. സൂചന 2 വായിച്ചു കേൾപ്പിക്കുമ്പോൾ ശരി ഉത്തരം പറഞ്ഞാൽ പറയുന്ന ടീമിന് 10 മാർക്ക് ലഭിക്കും. അങ്ങനെ 5 സൂചനകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഒരു പൊതുവായ ചോദ്യം ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 4 ചോദ്യങ്ങളാണ് ഈ മത്സരത്തിൽ ഈ റൗണ്ടിൽ ഉണ്ടാകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം. മലയാള സാഹിത്യകാരനായ ഇദ്ദേഹം പാർലമെന്റിലേക്ക് മറ്റൊരു സാഹിത്യകാരനോട് മത്സരിച്ച് പരാജയപ്പെട്ടു. രണ്ടാമത്തെ സൂചന. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. 3. ജി വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലൂടെ മലയാള നിരൂപണ രംഗത്ത്. ടീം കല്ലായിയാണ് ആദ്യം ബസർ അമർത്തിയത്. പറയൂ, എന്താണ് നിങ്ങളുടെ ഉത്തരം? ഡോക്ടർ സുകുമാർ അഴീക്കോട്. ഡോക്ടർ സുകുമാർ അഴീക്കോട് ശരി ഉത്തരമാണ്. തത്വസിയിലൂടെ ലോക പ്രശസ്തനായ ശ്രീ സുകുമാർ അഴീക്കോടാണ്. വെരി ഗുഡ്. നോക്കാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
ശ്രദ്ധിച്ച് കേൾക്കുക. ലളിതവും ആദർശനിഷ്ഠവുമായ ജീവിതശൈലിയിലൂടെ ഇന്ത്യക്കാർക്ക് മാതൃകയായി തീർന്ന ഒരു പ്രധാനമന്ത്രിയുടെ കൃതിയാണ് മിനിസ്റ്റർ ആൻഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി. ഡെപ്യൂട്ടി കലക്ടർ പദവി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങിയ അദ്ദേഹമാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വ്യക്തി. മൂന്നാം സൂചന, ഇന്ത്യയുടെ ഏറ്റവും പ്രായമുള്ള പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് ഇതുവരെ ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഗുഡ് ടീം മീനച്ചിൽ, എന്താണ് നിങ്ങളുടെ ഉത്തരം? മൊറാർജി ദേശായി. മൊറാർജി ദേശായി, റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഗുഡ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ടീം കബനി, ടീം കൽപ്പാത്തി, ഒരു വേള നിങ്ങൾക്കുള്ള സൂചനയായിരിക്കാം ഇനി ലഭിക്കാൻ പോകുന്നത്. ഒരു കളിയെ കുറിച്ചാണ് ചോദ്യം. ഈ കളിയിലെ കളിക്കാരന്റെ മികവ് വിലയിരുത്തുന്നത് എലോ റേറ്റിംഗ് സമ്പ്രദായത്തിലാണ്. ഈ കളിയിലെ കളിക്കാരന്റെ മികവ് വിലയിരുത്തുന്നത് എലോ റേറ്റിംഗ് സംവിധാനത്തിലാണ്. ഈ കളിയുമായി ബന്ധപ്പെട്ട ലോക സംഘടനയാണ് ഫിഡെ. ഗുഡ്. ടീം കൽപ്പാത്തി, എന്താണ് നിങ്ങളുടെ ഉത്തരം? ചെസ്. ചെസ്. വെരി ഗുഡ്. ചെസ് ശരി ഉത്തരമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീം കബനി, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടിലേത്. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ധനമന്ത്രി എന്ന നിലയിൽ പ്രസിദ്ധനായി. യുപിയിൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ജനമോർച്ച പാർട്ടി നേതാവ് ആയിരുന്നു അദ്ദേഹം. മണ്ഡൽ കമ്മീഷനിലൂടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉണർവിന് വേണ്ടി പരിശ്രമിച്ചു. ദ ലാസ്റ്റ് ക്ലൂ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആണ്. അത് കുറഞ്ഞ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി. ഗുഡ്. ടീം മീനച്ചിൽ. ചരൺ സിംഗ്. ശരൺ സിംഗ്. സോറി, ശരൺ സിംഗ് അല്ല. ടീം കബനി, എന്താണ് നിങ്ങളുടെ ഉത്തരം? അംബേദ്കർ. 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 വെരി സോറി, അംബേദ്കർ അല്ല. ഓക്കെ. ടീം കല്ലായി, എന്താണ് ഉത്തരം? മുലായം സിംഗ് യാദവ്. മുലായം സിംഗ് യാദവ്. വെരി 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 സോറി, മുലായം സിംഗ് യാദവ് അല്ല. ഓക്കെ. ടീം കൽപ്പാത്തി, എന്താണ് നിങ്ങളുടെ ഉത്തരം? വാജ്പേയി. വാജ്പേയി. റോങ് ആൻസർ. സോറി, 4 പേരും പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണ്. പ്രത്യേകിച്ചും മണ്ഡൽ കമ്മീഷനിലൂടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉണർവിന് വേണ്ടി പരിശ്രമിച്ചു എന്ന ക്ലൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. വി പി സിംഗ്. ശ്രീ വി പി സിംഗ് ആണ്. വളരെ ചുരുങ്ങിയ കാലം, വെറും 11 മാസം മാത്രമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞത്. ഈ ബസർ റൗണ്ടിൽ 4 ടീമുകളും നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിൽ എത്ര മാർക്കാണ് ഓരോ ടീമിനും ലഭിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ലിറ്റിൽ സ്കോളറിൽ ഒരു ചെറിയ ബ്രേക്ക്. മലർവാടി ലിറ്റിൽ സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സ്കോർ നോക്കാം. ടീം കബനി 100 മാർക്കുമായി 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ടീം മീനച്ചിൽ 133 മാർക്കുമായി 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. ടീം കല്ലായി 138 മാർക്കുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. കുറെ കൂടെ ദൂരെ മുകളിൽ ടീം കൽപ്പാത്തി 170 മാർക്കുമായി 1ാം സ്ഥാനത്ത്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. 3 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളിൽ നിന്നും പടിപടിയായി കയറി ഇവിടെ വന്ന് വളരെ ആവേശകരമായ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ മത്സരത്തിന്റെ, ഈ പ്രാഥമിക മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതിൽ വിജയിക്കുന്ന 2 പേർ ഇനി സെമി ഫൈനലിലേക്ക് പോവും. ബാക്കിയുള്ളവർ സന്തോഷകരമായി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും പടിയിറങ്ങും. നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. അടുത്ത റൗണ്ട്, ലാസ്റ്റ് റൗണ്ട്, തിര നോട്ടം. ഇതൊരു വീഡിയോ ക്ലിപ്പ് റൗണ്ടാണ്. നമുക്ക് 2 വീഡിയോ ക്ലിപ്പുകളാണ് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഓരോ ക്ലിപ്പിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്കതിന് ഉത്തരം പറയാം. ഒരു ചോദ്യത്തിന് 10 മാർക്ക്.
ചോദ്യം പൊതുവായിട്ടുള്ളത് ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ വീഡിയോ കാണാം. ശ്രദ്ധിക്കും. 3, 2, 1, now. 1, 2, 3, 4. Count it up. Building water. High water. Understand, pick the target. Target ready 1556, altitude 2 kilometers. Control status normal, vehicle status normal. വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ചോദ്യം കേൾക്കാം. 2012 ഏപ്രിൽ 19 ഒഡീഷയിലെ വിലർ ദ്വീപിൽ നിന്നും ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ കുതിച്ചുയരുന്നതിന്റെ വീഡിയോ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണവായുധങ്ങൾ വിവാദമാകുന്ന ഈ കാലത്ത് ആണവായുധങ്ങൾ വഹിക്കുന്നതിനുള്ള മിസൈൽ നിർമ്മിച്ച ഇന്ത്യയുടെ നടപടി ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മിസൈലിന്റെ പേരെന്താ? നമുക്ക് നോക്കാം. ആദ്യം ടീം മീനച്ച് എഴുതിയിട്ടില്ല. ഓക്കെ, ടീം കല്ലായി Agni 5. അഗ്നി 5. ഓക്കെ, ടീം കൽപ്പാത്തി Agni 5. അഗ്നി 5. സെയിം ആൻസർ. ഓക്കെ, ടീം കബനി Agni 5. അഗ്നി 5. ശരിയാണ്. അഗ്നി 5 is the right answer. വെരി ഗുഡ് കബനി, ഗുഡ് വർക്ക്. നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പിംഗ് കാണാം. നോക്കൂ, ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഉപ്പാന്റെ പൈസ അതുകൊണ്ട് മര്യാദയ്ക്ക് വേലി വിളിച്ച് മാറ്റിക്കിടുന്ന നിങ്ങൾക്ക് നല്ലത്. തലയിൽ തൊപ്പിയും വെച്ച് താടിയും വളർത്തി നിസ്കാരത്താഴ്മ കൊണ്ട് നടന്നാ മുസൽമാനാവൂല, ജീവിച്ച് കാണിക്കണം. സുലൈമാൻ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ ഒരു സിനിമയിലെ രംഗമാണ് നിങ്ങൾ ഈ കണ്ടത്. ഒരു ആരാധനാ കർമ്മത്തെ ഇതിവൃത്തമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് അത്? ആ ആരാധനാ കർമ്മം. ഒരു ആരാധനാ കർമ്മത്തെ ഇതിവൃത്തമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് ആ കർമ്മം? റൈറ്റ്, തുടങ്ങാം. കബനിയിൽ നിന്നും. Hajj. ഹജ്ജ്. ഓക്കെ, കൽപ്പാത്തി. Hajj. ഹജ്ജ്. എനിക്ക് ഉറപ്പാണ് ടീം കലായിക്ക് മറ്റൊരു ഉത്തരം നൽകാനുണ്ടാകും. പറയൂ, എന്താണ് നിങ്ങളുടെ ഉത്തരം? Hajj. ഹജ്ജ്. ടീം മീനച്ചിൽ, എന്താണ് നിങ്ങളുടെ ഉത്തരം? Hajj. ഹജ്ജ്. ശരിയാണ്. 4 ടീമുകളും ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞത്. വെരി ഗുഡ്. ശരിയാണ്. ഹജ്ജ് എന്ന വളരെ പരിപാവനമായ ഒരു ആരാധനാ കർമ്മത്തെ ഇതിവൃത്തമാക്കിയിട്ടാണ് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. 9 റൗണ്ട് നീണ്ടു നിന്ന വളരെ ആവേശകരമായ ഒരു പ്രാഥമിക മത്സരത്തിന്റെ അവസാന ഘട്ടം വന്നെത്തിയിരിക്കുകയാണ്. നമ്മളുടെ മത്സരം അവസാനിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് വിജയികൾ, ആരൊക്കെയാണ് ഇനി സെമി ഫൈനലിലേക്ക് കടക്കുന്നതെന്ന് നോക്കാം. 190 മാർക്ക് നേടി ടീം കൽപ്പാത്തി 1ാം സ്ഥാനത്ത്. 158 മാർക്കോടുകൂടി ടീം കല്ലായി 2ാം സ്ഥാനത്ത്. ടീം മീനച്ചിൽ 143 മാർക്കുമായി 3ാം സ്ഥാനത്ത്. ടീം കബനി 120 മാർക്കുമായി 4ാം സ്ഥാനത്ത്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ടീം കൽപ്പാത്തിയും കല്ലായിയുമാണ് സെമി ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നത്. കബനിയും മീനച്ചിലും ഈ റൗണ്ടിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള വാചകമാണ്, പരാജയം ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിച്ചു എന്ന സന്തോഷത്തിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ പുറത്തേക്ക് കടക്കണം. പ്രത്യേകിച്ചും കബനി അവസാനത്തെ നിമിഷം ആ 20 മാർക്ക് നേടിയത് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ടീം മീനച്ചിൽ, നിങ്ങളും നന്നായി ശ്രമിച്ചു.
എന്തായാലും രണ്ട് ടീമുകൾക്കും, കൽപ്പാത്തിക്കും കല്ലായിക്കും, എല്ലാവരുടെയും പേരിൽ ഒരു വലിയ ക്ലാപ്പ്. ടീം കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് പങ്കെടുത്തത്. ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ടീം കമ്പനിയിലെ ആനന്ദ് പി ഹരിക്ക് അരുൺ കിഷോർ, കൺഗ്രാറ്റുലേഷൻസ്. ടീം മീനച്ചിൽ വളരെ ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ പങ്കെടുത്തത്. ഒരു ഇഞ്ചോടിഞ്ചായിരുന്നു മത്സരം അല്ലേ? ചെറിയൊരു പോയിന്റാണ് പുറകോട്ട് പോയത്. പക്ഷെ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, ഷഹാനയ്ക്ക്. ഫൈസൽ, കൺഗ്രാറ്റുലേഷൻസ്. Knowledge rests not upon truth alone, but upon error also. ശരിയായതിൽ മാത്രമല്ല വിജ്ഞാനം ഇരിക്കുന്നത്, തെറ്റിപ്പോയതിലും അറിവിൻ്റെ അംശമുണ്ട്. വിശ്വപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങിൻ്റെ ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ് ഓരോ പ്രതിഭയുടെ വളർച്ചയും. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകട്ടെ എന്ന് ആശംസിക്കുന്നു. മലർവാടി ലിറ്റിൽ സ്കോളർ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അടുത്ത മത്സരാർത്ഥികളുമായി കൂടുതൽ ആവേശത്തിലുള്ള ഒരു മത്സരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.